എങ്ങോട്ടാണ് ഇവരുടെ പോക്ക്? മറ്റുള്ളവരെ ചേകന്നൂരിയെന്നും കാഫിറെന്നും ആക്ഷേപിക്കുമ്പോൾ വല്ലപ്പോഴും സ്വന്തം നില കൂടി പരിശോധിക്കൽ നല്ലതാണ്. ഇവർ പോയിപ്പോയി കുബൂരികളുടെ പാതയിൽ ഏകദേശം എത്തിക്കഴിഞ്ഞു. ജിന്നിനോടും മലക്കിനോടും കഴിവിൽപ്പെട്ട കാര്യം സഹായം തേടൽ ശിർക്കല്ലെന്ന് ഇവർ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അത് സുന്നികൾ പണ്ടേ പഠിപ്പിച്ചതും പഠിപ്പിക്കുന്നതുമാണ്. എല്ലാ ദുർബല ഹദീസും സ്വീകരിക്കുന്ന ഇവർ തങ്ങളുടെ വാദങ്ങളെ എതിർത്ത ഇമാം ഇബ്നു ഹസമിനെയും ഇമാം റാസിയെയും ജസ്സാസിനെയും റഷീദ് റിളയെയുമെല്ലാം മുഅ്തസിലയുടെ ആശയം പറയുന്ന ആളുകളെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. എന്നാൽ തങ്ങളുടെ വാദങ്ങളെ ന്യായീകരിക്കാൻ ഇതേ മുഅ്തസിലിയാക്കളുടെ തന്നെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുകയും മക്കാ മുശ്രിക്കുകളുടെ വിഗ്രഹാരാധന ഇന്നത്തെ ഖബർ ആരാധനയ്ക്ക് തുല്യമാണെന്ന് റാസി പറഞ്ഞത് സുന്നികൾക്കെതിരെ ഉപയോഗിക്കുകയും സുന്നികളെ മുശ്രിക്കാക്കുകയും ഇവർ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ബുഖാരിയുടെ ഒരു ഹദീസ് ഇമാം റാസി സ്വീകരിക്കാത്തതുകൊണ്ട് ഇമാം റാസിയെ മുഅ്തസിലിയ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ഇമാം ജസ്സാസിനെയും അത്തരത്തിൽ ആക്ഷേപിക്കുകയും ചെയ്യുന്നു. സുന്നികളെ മുശ്രിക്കുകളാക്കാൻ ഇതേ റാസിയുടെ തന്നെ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത് എന്ത് നീതിയുള്ള കാര്യമാണ്? മുഅ്തസിലിയ എന്ന് പറയുകയും എന്നിട്ട് അവരുടെ തന്നെ വാദങ്ങൾ തങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് എടുക്കുകയും ബാക്കി കാര്യങ്ങൾക്ക് അവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് നീതിപൂർവ കാര്യമാണോ? ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതിന് ന്യായം പറയുകയാണ്. എന്താണ് ന്യായം? ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. അല്ലാഹുവിനെ പുറമെ ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ ഇബാദത്തുകൾ സമർപ്പിക്കുന്ന ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകന്മാരാണ്, അല്ലാഹുവിന്റെ അടുക്കലുള്ള ശുപാർശകന്മാരാണ് എന്ന ആയത്തിനെ റാസി ഇമാം വിശദീകരിക്കുന്നുണ്ട്. എന്താ വിശദീകരിക്കുന്നത്? വറാബിഉഹാ 1, 2, 3 കൗകബിനെ ആരാധിച്ചവർ, നക്ഷത്രത്തെ ആരാധിച്ചവർ പറഞ്ഞ ന്യായം, സൂര്യനെ ആരാധിച്ചവർ പറഞ്ഞ ന്യായം, ചന്ദ്രനെ ആരാധിച്ചവർ പറഞ്ഞ ന്യായം, അമ്പിയാക്കളെ ആരാധിച്ചവർ പറഞ്ഞ ന്യായം, വിഗ്രഹങ്ങളെ ആരാധിച്ചവർ പറഞ്ഞ ന്യായം, അങ്ങനെ ഓരോ ന്യായങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് റാസി തന്റെ തഫ്സീറിൽ വളരെ വ്യക്തമായി പറയുന്നത് കാണാം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ വറാബിഉഹാ, നാലാമത്തെ കാര്യം, അന്നഹും നിശ്ചയമായും മുശ്രിക്കുകൾ വളഉ അവർ സ്ഥാപിച്ചു. എന്തിനെ സ്ഥാപിച്ചു? ഹാദിഹിൽ അസ്നാമ, ഈ വിഗ്രഹങ്ങളെ, വൽ ഔസാന ഈ പ്രതിഷ്ഠകളെ അവർ സ്ഥാപിച്ചു. ഏത് രൂപത്തിൽ? അലാ സുവരി അംബിയാഇഹിം വ അകാബിരിഹിം, നിങ്ങൾ നേരത്തെ പറഞ്ഞ മഅബൂദുകളായ അംബിയാക്കന്മാർ, ആ അംബിയാക്കന്മാരുടെ രൂപത്തിൽ അവർ വിഗ്രഹങ്ങളെ സ്ഥാപിച്ചു. അവർക്കിടയിലെ നേതാക്കന്മാരുടെ രൂപത്തിൽ അവർ വിഗ്രഹങ്ങളെ സ്ഥാപിച്ചു. എന്നിട്ട് വസഅമു, എന്നിട്ട് അവർ ജൽപ്പിച്ചു, അന്നഹും നിശ്ചയമായും അവർ മതസ്തഗലു ബിഇബാദത്തി ഹാദിഹി തമാതീൽ, ഈ വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് എടുക്കൽ കൊണ്ട് ജോലിയായാൽ, ഈ വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് എടുക്കൽ കൊണ്ട് ശുഗ്ലായാൽ, ഫഇന്ന ഉലൈകൽ അകാബിറ, നിശ്ചയമായും ഈ മഹത്തുക്കൾ യകൂലൂന ശുഫആ ലഹും ഇൻദല്ലാഹ്, അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും എന്നവർ വിശ്വസിച്ചു. അമ്പിയാക്കന്മാർ അല്ലാഹയാണെന്നല്ല, നേരെ മറിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യുന്നവരാണിവർ എന്ന വിശ്വാസത്തോടെ വിഗ്രഹത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ആ വിഗ്രഹത്തെ അവർ പൂജിച്ചു, ആ വിഗ്രഹത്തെ അവർ ആരാധിച്ചു. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് സമാധാനം. എന്താ സമാധാനം? ആരാധിച്ചു എന്നല്ല മൗലവി. എന്താ ഈ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ? എന്താ ഈ ആരാധന എന്ന് പറഞ്ഞാൽ? അത് ഈ നേരത്തെ പറഞ്ഞ പോലെ കോഴിമുട്ട പോലൊരു സാധനമാണോ? അല്ല. നേരെ മറിച്ച് നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകൾ, നേർച്ചകൾ, അതുപോലെ തന്നെ അവരെ കൊണ്ടുള്ള സത്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത വാചകം റാസി പറയുന്നു നോക്കൂ, അതിനോട് ചേർത്തുകൊണ്ട് റാസി ഇമാം പറയുന്നു നോക്കൂ. എന്താ പറയുന്നത്? വനളീറുഹു, വനളീറുഹു, അതിന് തത്തുല്യമാണ് ഫീ ഹാദാ സമാൻ, ഈ കാലഘട്ടത്തിൽ കാണുന്നത്. എന്താ കാണുന്നത്? ബിതഅലീമി ഖുബൂരിൽ അകാബിരി, ബിതഅലീമി ഖുബൂരിൽ അകാബിരി ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖ്, പടപ്പുകളിൽ അധികം ആളുകളും വ്യാപൃതരായിരിക്കുന്നു, പടപ്പുകളിൽ അധികം ആളുകളും വ്യാപൃതരായിരിക്കുന്നു. എന്ത്? ബിതഅലീമി ഖുബൂരിൽ അകാബിരി, മഹത്തുക്കളുടെ ഖബറുകളെ ആരാധിക്കൽ കൊണ്ടെന്നല്ല, ഇബാദത്ത് എടുക്കൽ കൊണ്ടെന്നല്ല, ബിതഅലീമി ഖുബൂരിൽ അകാബിരി, മഹത്തുക്കളുടെ ഖബറുകളെ വന്ദിക്കൽ കൊണ്ട്, ആദരിക്കൽ കൊണ്ട് ശുഗലായിരിക്കുന്നു.
മഹത്തുക്കളുടെ ഖബറുകളെ ബഹുമാനിക്കൽ കൊണ്ട് അവർ ശുഗലായിരിക്കുന്നു. സ്വാഭാവികമായും സംശയം, ഖബറിനെ ബഹുമാനിക്കേണ്ട മൗലവി, ഖബറാകുമ്പോൾ ആദരിക്കേണ്ട മൗലവി, ആദരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരിക്കലും അവിടെ കുമ്മായം ഇടാൻ പാടില്ല. കുമ്മായം ഇടാതെ ആദരിക്കണം, ബഹുമാനിക്കണം. അതിന്റെ മുകളിൽ ഇരിക്കാൻ പാടില്ല. അതിന്റെ മുകളിൽ മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. ഖബറിനെ അപമര്യാദയോടുകൂടി കാണാൻ പാടില്ല. ആ രൂപത്തിൽ ആ ഖബറുകളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആദരവുകൾ നൽകണം. പക്ഷേ ഇവിടെ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത ശിർക്കിന് തത്തുല്യമാകുന്നു ബഹുമാനം, ഖബറുകളോടുള്ള ആദരവ് എന്ന് അതെ റാസി പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് മക്കയിലെ മുശ്രിക്കുകളുടെ വിഗ്രഹാരാധനയ്ക്ക് തുല്യമായത് എന്ന് വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ ഖബറിനെ ബഹുമാനിക്കുന്നവന്റെ വിശ്വാസം, ആ വിശ്വാസമാണ് പ്രശ്നം. എന്താണ് ആ വിശ്വാസം? അലഅ്തിഖാദി, ഇവൻ ഈ ഖബറിനെ ബഹുമാനിക്കുമ്പോൾ അവന്റെ വിശ്വാസം, ഇദാ അല്ലമു ഖുബൂറഹും, ഈ മഹത്തുക്കളുടെ ഖബറുകളെ വന്ദിച്ചാൽ, ഇദാ അല്ലമു ഖുബൂറഹും, ഖബറുകളെ ആരാധിച്ചാൽ എന്നല്ല മുസ്ലിയാരെ, ഖബറിനെ ആരാധിച്ചാൽ എന്നല്ല, ഇദാ അല്ലമു ഖുബൂറഹും, ഈ ഖബറുകളെ വന്ദിച്ചാൽ, ഈ ഖബറുകളെ ബഹുമാനിച്ചാൽ, ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളി ഫൈന്നഹും യകൂനൂന ശുഫാഅ ലഹും ഇൻദല്ലാഹ്, ആ ഖബറാളി അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ശുപാർശ ചെയ്യും എന്ന വിശ്വാസത്തോടെ ഖബറുകളെ വന്ദിക്കുന്നത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണ്. റാസി ഇമാം പറയുകയാണ്, ആരാധന എന്ന പ്രയോഗമില്ല അവിടെ, മഅബൂദ് എന്ന് കാണൂല, അതുപോലെ ഇബാദത്ത് എന്ന് കാണൂല, നേരെ മറിച്ച് തഅലീമാണ് കാണുന്നത്, അല്ലമു എന്നാണ് കാണുന്നത്, വന്ദിക്കൽ എന്നതാണ് കാണുന്നത്, ബഹുമാനിക്കൽ എന്നതാണ് കാണുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? ഖബറിനെ ബഹുമാനിച്ചതല്ല പ്രശ്നം, നേരെ മറിച്ച് ഖബറിനെ ബഹുമാനിച്ചത് ഏതൊരു വിശ്വാസത്തോടെയാണ്? ഇദാ അല്ലമു ഖുബൂറഹും, ആ ഖബറുകളെ വന്ദിച്ചാൽ, ആ ഖബറുകളെ ബഹുമാനിച്ചാൽ തീർച്ചയായും ഖബറിൽ കിടക്കുന്ന ഖബറാളി അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും എന്ന വിശ്വാസത്തോടെയാണ് അവർ ഖബറുകളെ ബഹുമാനിച്ചത്. ആരാണ് ഇദ്ദേഹം? ആര്? ഈ പറയുന്ന പിന്നെ ഈ റാസി അഭിപ്രായ വ്യത്യാസം പറഞ്ഞു എന്നാ. എങ്കില് ഞാൻ ചോദിക്കട്ടെ, ഇബ്നു ഹജർ അത് എടുത്തു കൊടുക്കാതിരിക്കായിരുന്നല്ലോ? ഇബ്നു ഹജറിന് എടുത്തു കൊടുക്കാതിരിക്കാമായിരുന്നല്ലോ. ഇബ്നു ഹജറല്ലേ കശാഫിനെ കൊടുത്തത്? എന്താ കശാഫിനെ ഉദ്ധരിക്കാത്തത്? മുഅ്തസിലി ആയതുകൊണ്ട്. നിങ്ങൾക്കറിയാം, മുഅ്തസിലി ആയതാണ്. ആ മുഅ്തസിലിയാക്കളുടെ ചില വാദങ്ങളെ എഴുതിയ ആളാണ് ആര്? റാസി. അറിയോ? അത് അറിയില്ല, നിങ്ങൾക്ക് അതാ പ്രശ്നം. നിങ്ങൾക്ക് സലഫിയത്ത് എന്തെന്ന് അറിഞ്ഞുകൂടാ. സലഫികളുടെ ഗ്രന്ഥങ്ങൾ അവരൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും കൂടുതൽ വിശദമായി പോകേണ്ടതില്ല. ഇപ്പോൾ ഉള്ള ഹദീസുകളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇനി ഈ കുത്തുന്ന ഹദീസിനെ സംബന്ധിച്ച് റാസി പറഞ്ഞു, ഒരാളൊരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ അതി പിടിച്ച് തൂങ്ങുക. അഭിപ്രായം പറഞ്ഞതിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്തില്ല, തൂങ്ങേണ്ടതില്ല. അഭിപ്രായ വ്യത്യാസത്തിൽ തൂങ്ങുക, അഭിപ്രായത്തിൽ നിങ്ങൾക്ക് തൂങ്ങാനില്ല. ഒരാൾ എന്തെങ്കിലും ഒരു ഹദീസിനെ പറ്റി ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ മതി, ഇപ്പോൾ നിങ്ങൾ അതി പിടിച്ച് തൂങ്ങുക. എന്നാൽ അതിന് മറുപടി പറഞ്ഞല്ലോ പണ്ഡിത ലോകം. ആ പണ്ഡിത ലോകം പറയണം അത് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അത് യുക്തിവാദമാണ്. പിശാച് ഉന്റെ ഉപദ്രവം, പിശാച് ഗൈബിയാണ്. അതൊരിക്കലും മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു പടപ്പല്ല, അള്ള പടച്ചൊരു പടപ്പ്. അതിന്റെ ഉപദ്രവം എങ്ങനെയൊക്കെയാണ്? അള്ളാഹു വഹി കൊടുക്കും, വഹിയുള്ള പ്രവാചകൻ അത് പറയും, ആ വഹീന്റെ അടിസ്ഥാനത്തിൽ അത് സ്വീകരിക്കും. എന്നല്ലാതെ അവിടെ എനിക്കത് പറ്റുന്നില്ല, അങ്ങനെ കുത്തുകയാണെങ്കിൽ വലിയൊരു കുത്തണ്ടേ, കുഞ്ഞുങ്ങളെയാണോ കുത്തേണ്ടത് എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അത് റസൂലുള്ള പറഞ്ഞോ, നബി പറഞ്ഞോ, നബി പറഞ്ഞ് നമ്മൾ സ്വീകരിക്കും. ദീൻ എന്ന് പറഞ്ഞാൽ മാ ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ് എന്നാണ്, അല്ല വഖാല ഫഖ്റുദ്ദീൻ റാസി എന്നല്ല, അതിന് വഖാല ഇന്നയാള് എന്നല്ല. മാ ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ്, അല്ലാഹ് പറഞ്ഞതും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുമാണ് ദീൻ. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അസ്സലാമു അലൈക്കും. ജസ്വാസ് മുഅ്തസിലിയായി, റാസി ടൈം നമുക്ക് സമയമുണ്ടല്ലോ, പിന്നെന്താ എല്ലാം ഇതുപോലെ ഒരു അന്തരീക്ഷമൊക്കെ ഒരുങ്ങി കിട്ടുമ്പോൾ നമ്മൾ സംസാരിക്കുക. പക്ഷെ മോഡറേറ്റർ ഒരു കാര്യം പറയണേ, ഇത് കൺക്ലൂഷൻ ചെയ്യുമ്പോൾ പറയാം. അതായത് ജസ്വാസിനെ ഉദ്ധരിച്ചപ്പോൾ ആദ്യം മുഅ്തസിലിയാണ്, തോട്ടിലേക്ക് എറിഞ്ഞു. പിന്നെ റാസി പറഞ്ഞ അഭിപ്രായം സ്വീകരിക്കാൻ പറ്റും, ഈ ഹദീസ് ദലീലിന് എതിരാണ് എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ മുഅ്തസിലികൾ പറഞ്ഞത് ഉദ്ധരിക്കുന്ന ആളായി റാസി. അത് സമ്മതിക്കാം. ഇനി മോഡറേറ്ററോടാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ അബൂ ജഅഫർ അൽ അഖീലി ആദ്യം ഒരു ഹദീസിനെ കുറിച്ച് പറഞ്ഞ കാര്യം, അപ്പോൾ നല്ല ഒരീബാണ് എന്ന് പറഞ്ഞൊരു കാര്യം, ഇതൊക്കെ സലഫികൾ ഉദ്ധരിച്ച് പറഞ്ഞു. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാൻ, ഇവർ സലഫികളാണല്ലോ, അല്ലെങ്കിൽ അവരെയും കൂടെ അങ്ങോട്ട് എറിഞ്ഞു തരും, എന്നാൽ പിന്നെ നമുക്കത് ഒഴിവാക്കാമല്ലോ, വേറെ ആളുകൾ എടുക്കാം. അതുപോലെ തന്നെ ഇബ്നു ഹജറിൻ തന്നെ ഹദീസ്, സിഹറിൻ്റെ ഹദീസ് പറഞ്ഞപ്പോൾ, മത്തിന് 2 രൂപത്തിൽ വന്ന കാര്യം പറഞ്ഞപ്പോൾ, മത്തിനിലും സനദിലും മാറ്റം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റത്തെ സിഹർ പാലിച്ചു.
ചെയ്തത് അല്ലെങ്കിൽ ആ സംഭവിച്ചത് അങ്ങനെയായിരുന്നു. ആയിഷ ബീവി പറയാം, വിളിയോട് ദഅ സുമ്മ ദഅ, വിളിയോട് വിളി, പ്രാർത്ഥനയോട് പ്രാർത്ഥന. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്, വലാകിന്നഹു ദഅ സുമ്മ ദഅ എന്നൊക്കെ പറഞ്ഞപ്പോൾ സുഫിയാൻ പറയാ, ഇത് അതികഠിനമായ രൂപത്തിലാണല്ലോ. നമ്മൾ ചോദിച്ചു, മഅസൂമായ റസൂൽ എങ്ങനെ മസ്ഹൂറായി എന്ന് ചോദിച്ചു. അതിൽ വന്ന സിയാദത്ത്, ഹദീസിൽ വന്ന സിയാദ് സായിദാണ്, സിയാദ് ഉണ്ട് എന്ന് പറഞ്ഞ തൽഖീസ് എന്ന കാര്യം ഉദ്ധരിച്ചു. അപ്പൊ ഇതിനെക്കുറിച്ച് ഇനി നിങ്ങളൊന്ന് പറയാനെങ്കിലും ആവശ്യപ്പെടുക, എന്നിട്ട് എപ്പോൾ നിർത്തണം എന്നുള്ളത് പറയാം, അല്ലെങ്കിൽ ഓക്കെ നമ്മൾ നിർത്തി പോവുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയും. അസ്സലാമു അലൈക്കും. ഇപ്പൊ തുടക്കം മുതൽ ഇവിടെ പറഞ്ഞത് മുഴുവനും പറയാൻ കിടക്കുക മൂപ്പര്. എന്നിട്ട് മൂപ്പര് ഇപ്പോ പറഞ്ഞിട്ട് നിർത്താം. എന്ത് കഷ്ടാണിത്. നീ കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഹദീസ് നിഷേധികളുടെ സ്ഥിരം പണിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കുക, റാസി പറഞ്ഞാൽ സ്വീകരിക്കണം. നിങ്ങളോട് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? അങ്ങനല്ല. ആ റാസിയാ പറഞ്ഞത് എന്ത്? പിന്നെ അഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞാൽ അർവാഹുൽ ആലിയ ആണ് ഉദ്ദേശം എന്ന് പറഞ്ഞത്. എന്നെ അള്ളയില്ലാത്തൊരു ദുആ ചെയ്യാൻ, അതാ ഇസ്തിയാത്ത് ചെയ്യാൻ. റാസിയാ നിങ്ങൾ സ്വീകരിക്കുമോ? നിങ്ങൾ സ്വീകരിക്കും. റാസി പറഞ്ഞില്ലേന്നാ, റാസി പറഞ്ഞില്ല ന്യായം ഉണ്ടെങ്കിൽ സ്വീകരിക്കും, ന്യായം ഇല്ലെങ്കിൽ തള്ളി